എല്ലാവർക്കും കാറ്റത്തെ കിടക്കോൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഒരു ഒരു ഫീൽ ഗുഡായിട്ടുള്ള ഒരു നല്ലൊരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നികേഷും സുഭാഷ് ഏട്ടനും ഹരീഷുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നികേഷ് ഇങ്ങനെ പറയുകയാണ്, ഏട്ടത്തി എന്നെ ഇന്ന് ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു, എന്നെ ഇങ്ങനെ എൻ്റെ കൂടെ നടന്നെന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്തോ എനിക്ക് അമ്മയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തെന്ന് ഇങ്ങനെ സുഭാഷ് ഏട്ടനോട് പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ്, ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും അല്ലേ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു സ്നേഹത്തോടെ നികേഷിൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് കുളിച്ചിട്ട് വരാടാ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് തലോടിയിട്ട് പോകുമ്പോഴത്തേക്കും ഹരീഷും നികേഷുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഹരീഷിനോട് നികേഷ് പറയുകയാണ്, അതായത് സുഭാഷ് ഏട്ടൻ നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കിത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയേനെ അല്ലേ ഏട്ടാന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഹരീഷ് ഇങ്ങനെ പറയുകയാണ്, അതായത് എടാ അങ്ങനെയൊന്നും അല്ലടാ, വന്ന ആളെപ്പോലെ ഇരിക്കും, ആരാണോ കിട്ടിക്കൊണ്ട് വരുന്ന ആളുടെ മൈൻഡ് പോലെ ഇരിക്കും. അവിടെ ഹരീഷ് നിധിയുടെ ആ ഒരു ക്വാളിറ്റിയെ ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആ നിധിയുടെ നല്ലൊരു ക്വാളിറ്റിയെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിലെന്ന് പറയുന്നത് ഈ സുഭാഷ് ഏട്ടനും നിധിയും നികേഷും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ മൂന്നുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ പറയും, കുറേ നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോഴത്തേക്കും നിധി പറയും, വേണ്ട, ദോശ ഉണ്ടാക്കിയാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം, സാമ്പാർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയും, അങ്ങനെ ഞാൻ ചട്നി ഉണ്ടാക്കാം. അപ്പം നിധി പറയും, വേണ്ട സുഭാഷ് ഏട്ടാ, സാമ്പാർ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങളപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ? അപ്പം നിധി പറയും, ഇല്ല, ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ട്, ഇനിയുണ്ട്, ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിധിയോട് പറയും, അല്ല, മോളും നികേഷൊക്കെ കൂടെ ഇരുന്ന് ഇവിടെ നിന്ന് സംസാരിച്ചു, ഞാൻ പോയി ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പോവും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. നിധിയും നികേഷ് ഏട്ടനും ഹരീഷും ഒക്കെ കൂട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആ സീനിൽ നിധി ഇങ്ങനെ പുറത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കും, എന്താ മോളെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല, സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഹരീഷ് പറയാണ്, അതെന്നെ സുധീഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു താമസിച്ച് വരുമെന്ന്. അപ്പം നമുക്ക് അതിന് മുന്നേ ഉള്ളൊരു സീനിലോട്ട് പോവാം. സുധീഷ് ഹരീഷിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ വരാൻ താമസിക്കൂടാ എന്ന് പറയുമ്പോൾ അവിടെ അവർ തമ്മിലുള്ളൊരു ക്യൂട്ട് ടൊമാഞ്ചറി ഫൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഹരീഷ് ഇങ്ങനെ പറയുകയാണ്, ആണോ, അതിനിപ്പോൾ എന്തിനാ എന്നെ വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, അല്ല, സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ ഇനി ഫ്രണ്ടിലത്തെ ഡോറൊന്നും ലോക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയും, അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യാറില്ലല്ലോ. അല്ല, ഇനിയിപ്പം ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ചിലപ്പോൾ ലോക്ക് ചെയ്താലോ, അതോർത്ത് പറഞ്ഞാടാ എന്ന് പറയുമ്പോഴത്തേക്കും പറയും, എന്തായാലും താങ്ക് യു, പുതിയൊരു ഐഡിയ പറഞ്ഞു തന്നില്ലേ, ഇനി നിങ്ങൾക്ക് ഇട്ടുള്ള ഇന്നത്തെ പണി അത് തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നു മോനെ ചതിക്കല്ലേടാ, ഞാനുണ്ടല്ലോ അത് ചുമ്മാ പറഞ്ഞതാ, നീ അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ആ തന്തപ്പടിയുടെ കൂടെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളേണ്ടി വരും, എൻ്റെ പൊന്നു മോനെ അതൊന്ന് ലോക്ക് ചെയ്യരുതേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിധി എന്നിട്ടും ഭയങ്കര ടെൻസ്ഡാണ്. നിധി എന്നിട്ട് ഇങ്ങനെ പുറത്ത് നോക്കി തന്നെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിധി ഇങ്ങനെ പറയുകയാണ്, ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇവർ കിടക്കാൻ വരുന്ന സമയത്ത് സുഭാഷ് ഏട്ടനോട് പറയുകയാണ്, സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി വിളിക്കുമ്പോഴത്തേക്കും നിധി ഭയങ്കര സ്നേഹത്തോടെ സുധീഷിനോട് സംസാരിക്കുകയാണ്, എന്ത് പറ്റി ഇതുവരെ വരാത്തത്, താമസിച്ചല്ലോ, ഇത്രയും താമസിച്ചിട്ടും വരാത്തതെന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട്. ഇപ്പോൾ ഇങ്ങനെ സുധീഷ് ചേർക്കണേ, ഇതെൻ്റെ ഭാര്യ തന്നെയാണ്, ഇത് നമ്മുടെ ആൾ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്കും ആ കസ്റ്റമറിനോട് ചോദിച്ചിട്ടാണ് സുധീഷ് കോൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആൾ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ പറയും, ഞാൻ വരാം, എന്തെങ്കിലും മേടിക്കണോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സുധീഷ് വരുന്നൊരു സീനാണ് കാണിക്കുന്നത്. സുധീഷ് വരുമ്പോഴത്തേക്കും വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിധി ഒരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കും. സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന്, അത് സ്വപ്നം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷിനെ ചേട്ടനും കുറേ ഗുണ്ടകളൊക്കെ കൂടിയിട്ട് അടിക്കുന്നതാണ് നിധി സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. അപ്പോഴത്തേക്കും സുധീഷ് വരും. അപ്പോൾ സുധീഷിനൊന്ന് വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ ഹരീഷ് എഴുന്നേറ്റ് പുറത്തോട്ട് പോയിട്ടുണ്ടാവും. സുധീഷ് വരുമ്പോഴത്തേക്കും അതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ നിധിയോട് സുധീഷ് ചോദിക്കും, എന്താ ഞാൻ വരുന്നവർ ഇത്രയും നേരം ഉറങ്ങാതിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എന്തോ ഉറങ്ങിയില്ല, അതുകൊണ്ട് വന്നതാണ്, ഇവരെല്ലാം ഉറങ്ങിയോണ്ട് ഞാൻ വന്ന് ഡോറ് തുറന്നാന്ന് പറഞ്ഞിട്ട്
നിധി ചോദിക്കുക ഫുഡ് കഴിച്ചു എന്ന്. അപ്പോൾ പറയും ഇല്ല. അപ്പോൾ പറയും അകത്തിരിപ്പുണ്ട് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ട് നിധി അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് പോയി റൂമിൽ ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് റൂമിലോട്ട് പോവുകയാണ്. അത് കഴിയുമ്പോൾ ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത്. ഹരീഷും സുധീഷുമായിട്ടുള്ള. ഹരീഷ് ഇങ്ങനെ പുറകെ കൂടെ വന്നിട്ട് ഒരൊറ്റ അടി അടിക്കും. എന്തിനാ പേടിപ്പിക്കോട്ടോ മനുഷ്യനെ എന്നിങ്ങനെ സുധീഷ് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ചോദിക്കും. അപ്പോഴത്തേക്കും ഹരീഷ് പറയാണ് അല്ല സുധീഷ് ചേട്ടാ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ എന്താടാ? അല്ല ഏട്ടത്തിയുടെ മനസ്സിലേ പ്രേമം ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങിയോന്നൊരു സംശയം എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും ചോദിക്കും പിന്നെ നീ വെറുതെ പോയി കിടന്നുറങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും പറയും അല്ല ഏട്ടാ ഇന്നുണ്ടല്ലോ ഏട്ടത്തി ഇങ്ങനെ 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 നോക്കി നോക്കി എന്താ സുധീഷേട്ടൻ വരാത്തേന്ന് നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ ഏട്ടത്തിയുടെ മനസ്സിൽ എന്തെങ്കിലും കാണും, ചിലപ്പം അതൊരു പ്രേമം തന്നെ ആയിരിക്കാം എന്ന് പറയുമ്പോൾ പറയും അതല്ലേ തന്നെ ഉണ്ടല്ലോടാ. ഇനി ആണോ? അല്ലേ തന്നെ ഉണ്ടല്ലോ അവളുടെ അച്ഛൻ എനിക്കിട്ടൊരു പണി തന്നേ പിന്നെ എന്നോടൊരു ചെറിയൊരു സഹതാപമുണ്ട്. ഇനിയിപ്പം അത് സഹതാപമാണെങ്കിലും ഞാൻ അതിൽ പിടിച്ച് കയറിക്കോളാം. ഇനി അഥവാ പ്രേമാണെങ്കിൽ ഡബിൾ ലോട്ടറി അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അതൊക്കെ നല്ലൊരു സീനാണ്. അത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും അനിയൻ ചെല്ലി ചേട്ടൻ ഇവിടെ നിന്ന് കുറച്ച് സ്വപ്നം കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അവിടെ നിന്നിട്ട് ഹരീഷ് ഇങ്ങനെ കയറിപ്പോൾ അനിയാ നിൽ ഇങ്ങി വാ അനിയൻ ഇങ്ങനെ വാ എന്ന് വിളിക്കും. അനിയൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പറയും തേടാ അങ്ങ് നോക്കിക്കേ മുറ്റത്തൊരു മൈനാന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പുറകിട്ട് ഒരൊറ്റ അടി കൊടുക്കും. പറയും ഇപ്പോഴാ അനിയ കണക്ക് കറക്റ്റായത് ഇന്നിവക്കോ എന്ന് പറഞ്ഞ് അവിടെ ഒരു നല്ലൊരു ടോം ആൻഡ് ജെറി സീൻ കാണാൻ പറ്റും. പക്ഷേ ഇവർ തമ്മിലാണ് അതിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ തമ്മിലുള്ള ആ ബോണ്ട്. ഇങ്ങനെയൊക്കെ വഴക്കും പിണക്കും ഒക്കെ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു നല്ല ബോണ്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര അടിപൊളി ബോണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലത്തെ സീനാണ്. രാവിലത്തെ സീൻ കാണിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സുധീഷ് രാവിലെ വായൊക്കെ കഴുകുന്ന സമയത്ത് നികേഷ് വന്ന് നിൽക്കുകയാണ്. നികേഷ് വന്നിട്ട് നികേഷിനോട് സുധീഷ് ഇങ്ങനെ ഇന്നലെ ഏട്ടത്തി ഇതുവരെ എടാ ഏട്ടത്തിക്ക് എന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയും അതെന്താ എന്നിങ്ങനെ നികേഷ് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും അല്ല ഇതുവരെ ഞാൻ പണിക്ക് പോയോ വന്നോ ഒന്നും തിരക്കാത്ത നിധി ഇന്നലെ എന്നെ വിളിച്ച് എന്താ വരാത്തിന്ന് തിരക്കിന്ന്. അപ്പോഴത്തേക്കും ചെറുതായിട്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഏട്ടത്തേക്ക് ഇന്നലെ എന്നിങ്ങനെ നികേഷ് പറയുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ മാവും പൂക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയാണ് എന്താ ഏട്ടത്തെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണല്ലേ ഏട്ടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നികേഷിനോട് പറയാണ് അല്ല നിനക്ക് അവൾ ഏട്ടത്തി, ഹരീഷിന് ഏട്ടത്തി, സുഭാഷ് ഏട്ടന് അനിയത്തി, എനിക്കാരുമല്ല ഇനി എന്തെങ്കിലുമൊക്കെ എൻ്റെ മുല്ലയും പൂക്കുമായിരിക്കുമല്ലേ. അപ്പം നികേഷ് ചോദിക്കും മുല്ലയല്ലല്ലോ മാവല്ലേ സുധീഷ് ഏട്ടാ എന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പറയും അല്ല പ്രേമത്തിന് മുല്ലയാടാ കുറച്ചുകൂടെ നല്ലത് എന്നിങ്ങനെ പറയാം. അപ്പം നിധി ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട് മുല്ലയെപ്പറ്റി. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രസമെന്ന് പറഞ്ഞാൽ ആ പാട്ടെന്ന് കേൾക്കാനില്ല, പക്ഷെ ഒരു തമാശ രൂപേണ ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നിധി വന്നിട്ട് എന്താടാ ഇവിടെ എന്തുകൊണ്ടൊരു കരയുന്ന ശബ്ദം കേട്ടത് എന്ന് നികേഷിനോട് ചോദിക്കും. ഒരു കഴുത കാരണ ശബ്ദം. അപ്പോഴത്തേക്കും നികേഷ് പറയും അത് വേറെ ആരുമല്ല എടുത്ത് ഇതേ സുധീഷേട്ടനാ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് നിധി തുണി വരിക്കാൻ പോകുമ്പോൾ നിധിയുടെ പുറകെ പമ്മി പോകും. പമ്മി സുധീഷ് എന്നിട്ട് പറയും അല്ല നിധി തനിക്ക് എന്നോട് ഇങ്ങനെ ഒരു കെയറിങ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വന്നവരെ ഇരുന്നു പിന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ വരാൻ താമസിച്ച് കഴിഞ്ഞാൽ അഥവാ സുഭാഷ് ഏട്ടൻ വിളിച്ച് ചോദിക്കും, അല്ലാതെ നികേഷോ ഹരീഷോ ഒന്നും എന്നെ വിളിക്കാറ് പോലും ഇല്ല. അപ്പം എനിക്ക് അമ്മയൊന്നും ഇല്ലായിരുന്നല്ലോ ഇതുവരെ ഇങ്ങനെ കാത്തിരിക്കാനായിട്ട്. അപ്പോൾ എന്തോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി നിധി എന്നിങ്ങനെ പറയുന്നത് ഭയങ്കര നാടകീയതയായിട്ട് നാടകം പോലെ പറഞ്ഞോണ്ടിരിക്കുക. ഇതിങ്ങനെ നികേഷ് അവിടെ നിന്ന് ഇച്ചിരി മാറി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് വന്നിരിക്കും എന്തുപാടാ അത് എന്ന് കഴിയുമ്പോൾ പറയും അതവിടെ പോയിട്ടുണ്ട് എന്തോ സെൻറ്റി അടിക്കുവാന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും ഹരീഷ് പറയുക അത് കഴിയുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടോ അമ്മ പോലും എനിക്ക് വേണ്ടി അങ്ങനെ ഇരുന്നിട്ടില്ല, നിധി അങ്ങനെ ഇരുന്നല്ലോ ഇന്നലെ എന്നിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടമാണ്. പിന്നെ അഭിനയമാണെന്ന് കണ്ടാലേ മനസ്സിലാവും. അപ്പോഴത്തേക്കും ഇങ്ങനെ ഹരീഷ് പറയും എന്ത് നാടകമാടാ അത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ യേശു പറയും ഇതിൻ്റെ ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിൽക്കി. അപ്പോഴത്തേക്കും നിധി പറയും
അങ്ങനൊന്നുമില്ല. ഇനി വരാതിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായതാണ്, ഇനി ഞാൻ കാരണം ഒരാളുടെ ലൈഫിന് എന്തെങ്കിലും പറ്റിയാലോ എന്നോർത്ത്. അച്ഛനും ചേട്ടനും ഇനി എന്തെങ്കിലും ചെയ്തോ എന്നറിയാത്തത് കൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായെന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു രീതിയിലും വേറെ ഒന്നും ഇല്ല. അല്ലാതെ അതിനിത്ര കരയേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ നിധി പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിധി പോകും. നിധി അത് കഴിഞ്ഞ് സുധീഷിനോട് പറയും, പൊക്കോളാൻ പറയും. അപ്പോൾ സുധീഷ് അവിടെ നിൽക്കും. അപ്പോൾ ഒരു തുണി എടുത്തിങ്ങനെ വിരിച്ച് വെള്ളം കുടഞ്ഞ് അവൻ്റെ മേത്തിട്ടിട്ട് നിധി അത് അവിടെ വിരിച്ചിട്ടിട്ട് പോകും. അത് കഴിയുമ്പോൾ നികേഷും ഹരീഷും കൂടെ പുറകെ എന്നിട്ട് പറയും, ഏട്ടനിപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? നിധി ചേച്ചിക്ക് ചേട്ടനോട് ഒരു ഉണ്ടേയില്ല. എന്നിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ഒരുമിച്ച് പറയും. അത് കഴിയുമ്പോഴത്തേക്കും പറയാണ്, നീ പോടാ അവിടുന്ന് മനുഷ്യനിങ്ങനെ വിഷമിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചേട്ടൻ ഇങ്ങനെ വന്ന് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും, ഏട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഏട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ഇത് കളിയാക്കിയിട്ട് ഇങ്ങനെ പോരുവാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ സുധീഷ് ആ കയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമോ മറ്റേ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുരിശി തറച്ച പോലെ ഇങ്ങനെ നിന്നിട്ട് അത് പോയി കാണുമോ എന്നിങ്ങനെ ചിന്തിക്കുന്ന അടുത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര അടിപൊളി എപ്പിസോഡാണ്, നല്ല എപ്പിസോഡാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നൊരു എപ്പിസോഡാണ്. എന്ന് വെച്ചാൽ ഒരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ഫാമിലി ലൈഫ് നന്നായിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത്. പിന്നെ നാളെയും കുറച്ച് നിധി സുധീഷായിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സൊക്കെ കാണിക്കുന്നുണ്ട്. അത് വെച്ചാണ് പ്രമോ നടത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.